നായകരായി മുന്നിൽ നിന്നു പുണ്യ സമസ്തയിൽ കർമ്മനിരതരായി. ശംസുൽ ഉലമ സ്നേഹിച്ചൊരു ഇൽമിൻ ബഹറാം തങ്ങളെ, ശംസുൽ ഉലമ സ്നേഹിച്ചൊരു ഇൽമിൻ ബഹറാം തങ്ങളെ, ഇനി പുണ്യമാം സമസ്തയുടെ നായകൻ, ഭൂവന്യമാം സമസ്തയുടെ നായകൻ. കൈരളി തൻ മണ്ണിലിതാ ഉദിച്ചുയർന്ന തിങ്കളാം, കൈരളി തൻ മണ്ണിലിതാ ഉദിച്ചുയർന്ന തിങ്കളാം. തങ്ങളോരിൽ സ്വാഗതമോതുന്നിതാ, തങ്ങളോരിൽ സ്വാഗതമോതുന്നിതാ. പുന്നാര സമസ്തയുടെ നേതൃനിരയിലെങ്കിലും, പുന്നാര സമസ്തയുടെ നേതൃനിരയിലെങ്കിലും ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്നിതാ, ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്നിതാ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊടി പിടിച്ച പാതയിലാ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊടി പിടിച്ച പാതയിലായി മുന്നിൽ നിൽക്കാൻ നന്മകൾ നേരാം തങ്ങൾ ഉസ്താദൂരിൽ. ജാമിയ മാനിയയുടെ അഭിവന്യ ഗുരുനാഥരിൽ, ജാമിയ മാനിയയുടെ അഭിവന്യ ഗുരുനാഥരിൽ ആഫിയത്തിൽ ദീർഘകാലം നൽകണേ അല്ലാ, ആഫിയത്തിൽ ദീർഘകാലം നൽകണേ. കൈരളി തൻ മണ്ണിലിതാ ഉദിച്ചുയർന്ന തിങ്കളാം, കൈരളി തൻ മണ്ണിലിതാ ഉദിച്ചുയർന്ന തിങ്കളാം. തങ്ങളൂരിൽ സ്വാഗതമോതുന്നിതാ, തങ്ങളൂരിൽ സ്വാഗതമോതുന്നിതാ. പുന്നാര സമസ്തയുടെ നേതൃനിരയിലെങ്കിലും ജിഫ്രി സമസ്തയുടെ നേതൃനിരയിലെങ്കിലും ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്നിതാ, ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്നിതാ, ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്നിതാ, ജിഫ്രി മുത്തുകോയ തങ്ങൾ വന്നിതാ. പുറത്തു നിൽക്കുന്ന എല്ലാവരും മഹത്വമേറിയ ഈ ആത്മീയ മജ്‌ലിസ് അവിടേക്ക് കടന്നിരിക്കുക. നമ്മുടെ ധന്യമായ മുഹൂർത്തത്തിന് സമാരംഭം കുറിക്കുകയാണ്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. من شر غاسق إذا من شر النفاثات في العقد ومن شر غاسق. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم
هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وشفينا ومرشدنا ومنجينا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته. اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته يوم القيامة إنك لا تخلف الميعاد. وإلى حضرات أزواجه وذرياته وأهل الخير كلهم أجمعين. وإلى حضراته ساداتنا البدريين والحديين والحنينين والخندقين والخيبرين وسائر الصحابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين. وإلى حضرات خلفاء الراشدين المهديين وإلى حضرات أئمة الأربعة المجتهدين وإلى حضرات مشايخنا مشايخ سلسلة القادرية والنقشبندية والصغرى والتستية والشاذلية وسائر مشايخ الطريقة كلهم أجمعين. وإلى حضرات ساداتنا وعلمائنا ومتمس مستقل جميع العلماء. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم احمنا بحمايتهم وأمدنا بمددهم. اللهم أمدنا بمددهم. اللهم أمدنا بمددهم. اللهم انفعنا بمحبتهم يا أرحم الراحمين بحقهم. اللهم احسن مرادنا بلغ مقصودنا وقضي حوائجنا واشفنا واشف مرضانا امراضنا شفاء تاما لا يغادر سقما ولا علما. اللهم بارك في كل امور الناس ما في امر الذي نحن فيه يا رب العالمين. اللهم اعزنا ولا تذلنا ولا تفضحنا في الدارين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وعلينا انك انت التواب الرحيم. واغفر لنا ولوالدينا ولموتى منا ولجميع المؤمنين آمين برحمتك يا أرحم الراحمين. പ്രൗഢ ഗംഭീരമായ ഈ ചടങ്ങിന് കാലം നിയോഗിച്ച കർമ്മഭാണ്ഡം ഒരനുഗ്രഹ സാഫല്യം പോലെ ഈ ജാമിഅയുടെ മുറ്റത്ത് അറിവിന്റെ മധുരാക്ഷരങ്ങൾ പകർന്നെടുത്ത ജാമിഅയുടെ അരുമസന്നതികളും ഈ ജാമിഅയെ നെഞ്ചേറ്റിയ ഈ സ്ഥാപനത്തിന്റെ മേധാവികളും വിദ്യാർത്ഥികളും നൽകിയ ഈ മനോഹരമായ സ്വീകരണം ശംസുൽ ഉലമയുടെ കറാമത്തിന്റെ അടയാളം പോലെ അങ്ങകലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമയത്തിന് കയ്യൊപ്പിടാൻ കാത്തുനിൽക്കുന്ന സമയത്ത് ഈ അക്ഷരസംഗീതത്തിന്റെ തിരുമുറ്റത്ത് ഒരു ചരിത്രത്തിന്റെ ഉദയമാണ്. സയ്യിദ് മുഹമ്മദ് കോയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഞങ്ങൾ തങ്ങൾ ഉസ്താദെന്ന് വിളിക്കുന്ന സമാദരണീയനായ ഉസ്താദിന് കാലം ഏൽപ്പിച്ച കർമ്മഭാണ്ഡം ഒരു നിയോഗം പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമാദരണീയനായ പ്രസിഡന്റിന് ഈ മനോഹര ചടങ്ങിലേക്ക് സ്വാഗതമരുളാൻ, ഈ പ്രൗഢഗംഭീര വേദിക്ക് സ്വാഗതമരുളാൻ സമാദരണീയനായ ആർവി അബ്ബാസ് ദാരിമിയെ ഹൃദയധന്യ ഭാഷയിൽ വേദിയിലേക്ക് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറ്റവും അഭിവന്ദനായ നമ്മുടെയൊക്കെ നാം ഒക്കെ പിതൃതുല്യം സ്നേഹിക്കുന്ന ബഹുമാന്യനായ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും കേരളത്തിലെ ആത്മീയ പണ്ഡിത സഭയുടെ ആധികാരിക ശബ്ദവും അതിൻ്റെ അഭിവന്ദനായ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അവർകളെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനും നമ്മുടെ ഈ ജില്ലയിലെ പ്രമുഖ ഖാദിയുമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ ജമലേലി തങ്ങളവർകളെ, ബഹുമാന്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനും ശംസുൽ ഉലമ ഇസ്ലാമിക് സെൻ്ററിൻ്റെ അഭിവന്ദനായ അമരക്കാരനുമായ സയ്യിദ് ഹംസ ബാഫക്കി തങ്ങളവർകളെ, ശംസുൽ ഉലമ ഇസ്ലാമിക് സെൻ്ററിൻ്റെ നാഷണൽ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ MD-യുമായ അബ്ദുള്ള മുഹമ്മദ് സാഹബ് അവർകളെ,
വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ സമസ്ത കേന്ദ്ര മുശാവറ അംഗം, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ ഉമർ ഫൈദി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട സലാം ഫൈസി SKSF-ൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി റഷീദ് ഫൈസി ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കളെ, നേതാക്കളെ, ഈ മഹത്തായ ഈ പരിപാടിയിലേക്ക് ഒരു ചെറിയ ഒരു വെളിയാളം, സത്യത്തിൽ ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. ഒരു പ്രചരണം നടത്തിയാൽ ഒരുപാട് ആളുകളെ ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാന കണ്ണിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ആത്മീയ ഗോപുരത്തിൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സയ്യിദ് അവറുകൾക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരു മതപണ്ഡിതന് ലഭ്യമാവുന്ന ഏറ്റവും അവസാനത്തെ സ്ഥാനം, ഇനി അതിനപ്പുറത്തേക്കൊരു സ്ഥാനം ഒരാൾക്ക് കേരളത്തിൽ ലഭ്യമാവാനില്ല. അള്ളാഹു ഒരു വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയതിൽ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ വളരുന്ന ഈ സ്ഥാപനത്തിൻ്റെ, ഈ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. കുടുംബത്തിലെ പ്രധാന അംഗങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയ യമാനി പണ്ഡിതന്മാരാണ്. ഒരു വളരെ നേരത്തെ അവരുടെ മെസ്സേജുകൾ ചിലതൊക്കെ ഞാൻ വായിച്ചു, കേൾക്കാൻ കഴിഞ്ഞു. റൂഹ് ശരീരത്തിലുണ്ടെങ്കിൽ ഇവിടെ എത്തിയിരിക്കുന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. അവരെല്ലാ പരിപാടികളും മാറ്റിവെച്ച് കേരളത്തിലെ 100-100ഓളം മഹല്ലുകളിൽ അവരങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പള്ളികളിൽ, മദ്രസകളിൽ, അറബി കോളേജുകളിൽ അങ്ങനെയൊക്കെ സേവന നിരതരായി നിൽക്കുന്നവർ, സാധ്യമാകുന്നവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഈ പരിസര പ്രദേശത്തുള്ളവർ, പണ്ഡിതന്മാരൊക്കെ തന്നെയും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഒരു വലിയ മഹാജനസഞ്ചയത്തെ സംഘടിപ്പിക്കുക എന്നതല്ല, നമ്മളെ ഈ നിറഞ്ഞ സന്തോഷം പങ്കുവെക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ആ ദറജാത്ത് ശരിക്ക് കണ്ടത് യമാനിയിലാണ്. ബഹുമാനപ്പെട്ടവർ തങ്ങൾ നേരത്തെ വലിയ മഹാനാണ്. നമ്മൾ മുഖത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ സ്തുതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആളുമല്ല, പറഞ്ഞാൽ അങ്ങനെ പൊന്തൂല്ല, അതെനിക്കറിയാം. പക്ഷേ നേരത്തെ തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കറിയാം, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ് അബുൽ ബുഷറ കുഞ്ഞൻ മുസ്ലിയാർ അവറുകളാണ് ഉസ്താദിൻ്റെ പ്രധാന ഉസ്താദ്. ആ കാലം മുതൽ ഞങ്ങൾക്ക് ബന്ധമുള്ള, ഞങ്ങൾ അറിയുന്ന, മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങൾ എന്ന നിലക്ക് തന്നെ പറയാം. ശംസുൽ ഉലമയുടെ സ്മാരകം എന്ന നിലക്ക് നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ അമരത്തേക്ക് അള്ളാഹു തെരഞ്ഞെടുത്തത് അതൊരു നിയോഗമാണ്. വാസ്തവത്തിൽ നമ്മളങ്ങനെ ഒരു തമാശക്ക് തുടങ്ങിയതൊന്നുമല്ല. ഞങ്ങളിത് തുടങ്ങാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാമിൽ ഒരുപാട് ധാർമ്മികൾ യോഗം ചേർന്നു. എന്നിട്ട് ശംസുൽ ഉലമ വഫാത്തായതിൻ്റെ ആ വർഷം ഒരു സ്മാരകം തുടങ്ങണം. പക്ഷെ എന്ത്, അങ്ങനെ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സ്മാരകം നടത്തി പരിചയം നമുക്കില്ല, മുമ്പൊരു സ്ഥാപനം നടത്തിയിട്ടില്ല. ഒരു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാത്തത് കൊണ്ട് ഇത് ഖൈറാവണം, ഇത് തുടങ്ങണോ വേണ്ടേ, അതിൻ്റെ ഒരു തീരുമാനം ഒരു കടലാസിൽ എഴുതി ശംസുൽ ഉലമ ഖുദ്ദസല്ലാഹു സിറഹുൽ തങ്ങളുടെ മക്കാമിൽ മൂടി വച്ചിരിക്കുന്ന ആ മൂടുപടം ഉയർത്തി അതിൻ്റെ അടിഭാഗത്ത് വെച്ച് അവിടെ നിന്നൊരു പ്രത്യേക പ്രാർത്ഥന നടത്തിയിട്ട് ആരംഭം കുറിച്ച ഒരു സ്ഥാപനമായത്. അതുകൊണ്ട് ഇത് ഒരിക്കലും തകർന്നു പോകില്ല. ആരിതിൻ്റെ ആളുകളായിട്ടും തകരുമെന്ന് ആരും വിചാരിക്കുന്നത് ശംസുൽ ഉലമ നേരിട്ട് തുടങ്ങി നടത്തുന്ന സ്ഥാപനം. അതുകൊണ്ടാണ് വളരെ ദാരിദ്ര്യങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ അടുത്ത് പണമില്ലാത്തത് കൊണ്ട് ഒരുപാട് അസൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ അസൗകര്യങ്ങളൊക്കെ സഹിച്ച് ഇന്ന് കേരളത്തിൽ ഏത് സൗകര്യമുള്ള സ്ഥാപനത്തിലേക്കും ക്ഷണിക്കാൻ അർഹതയുള്ളവരും തലപ്പത്ത് നിൽക്കാൻ കഴിയുന്നവരാണ് ബഹുമാനപ്പെട്ട തങ്ങൾ, നമുക്കറിയാം. പക്ഷേ ഈ അസൗകര്യങ്ങളിൽ പൊറുതിമുട്ടുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ സഹകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ നേതൃപദവിയിൽ നിന്ന് ഈ 100-100ഓളം വരുന്ന യമാനി പണ്ഡിതന്മാർക്ക് ബിരുദം നൽകി അവരെ മതപണ്ഡിതന്മാരാക്കി സമൂഹത്തിന് സമർപ്പിച്ചു. ഇത്ര ധാർമ്മികളാണ് ശിഷ്യന്മാരായിട്ടുള്ളത്. അങ്ങനെ ഈ കേരളത്തിൽ ഒരു വലിയ പണ്ഡിത ശൃംഖലയെ സൃഷ്ടിച്ചെടുക്കാൻ കരുത്ത് നേടിയ മഹാനവറുകൾ ഇന്ന് അല്ലാഹു തആല വലിയൊരു ഔന്നിത്യത്തിലേക്ക് ഉയർത്തിയിരിക്കുക. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, പദവികളായിട്ട് ഉയർത്തുന്നത്. കാഞ്ഞങ്ങാട് സംയുക്ത മഹലിൻ്റെ കാളിയായി യമാനിയ ചെയ്തതല്ല, അത്
പക്ഷെ ജമാനിയ ശംസുൽ ഉലമയുടെ സ്ഥാപനമാണ്. ഇവിടെ വന്നപ്പോഴുണ്ടായ പുരോഗതിയുടെ തുടക്കം അതാ. അവിടുത്തെ ഖാദിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറയിലേക്ക് കടന്നു വന്നു. ദറജാത്തിന്റെ രീതി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സ്ഥാപനത്തിന്റെ ആദ്യകാല പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാർ വഹിച്ച ആ സ്ഥാനത്തേക്ക് പിന്നീട് കയറി വന്നു. ഇന്ന് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറും ബറക്കൽ ബാലബി അബ്ദുറഹ്മാൻ ബാലബി മുല്ലക്കോയ തങ്ങൾ അവരുകളൊക്കെ ഇരുന്ന കസാലയിലിരിക്കാനുള്ള ഒരു വലിയ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ പിതാവ്, ഈ സ്ഥാപനത്തിന്റെ ആത്മീയ പിതാവ് എന്ന നിലക്ക് നമ്മൾ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ഔന്നിത്യത്തിൽ സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് യമാനിയ കുടുംബം ഇവിടെ ഇങ്ങനെ ഒരു സ്വീകരണം. ഇവിടെ നമ്മളൊരു സ്വീകരണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. തങ്ങളുടെ സ്ഥാപനമാണിത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഇങ്ങനെ ഒരു സ്വീകരണത്തിൽ ഒതുക്കുകയല്ല വേണ്ടത്. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്കാണ് ബഹുമാനപ്പെട്ടവർ വന്നിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം വളരെ മനോഹരമായി ഒരുപാട് കാലം കേരളത്തിന് പറ്റിയ വലിയൊരു പ്രയാസപ്പോൾ പണ്ഡിതന്മാരൊക്കെ പോയി പൊതുവെ ഒരു സംസാരത്തിലേക്ക് പാണ്ഡിത്യത്തിന്റെ ദൗർബല്യം അതൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹമായി മാറിയോ എന്ന് സംശയിക്കേണ്ടയിടത്തേക്ക് നമ്മൾ ഉയർന്നപ്പോൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു മഹാസ്ഥാനത്തേക്ക് ഔന്നിത്യത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഉയർന്നു വന്നപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് വേണ്ടത്. ആരോഗ്യമുണ്ടാവാൻ, നല്ല ആഫിയത്തുണ്ടാവാൻ, നല്ല തൻ്റേടമുണ്ടാവാൻ ഈ വലിയൊരു മഹാസഭ കേരളം ഒരു സമസ്ത മുഷാവറ എന്ന് പറഞ്ഞാൽ പോരാ. കേരളത്തിലെ ഇസ്ലാമിക ചൈതന്യത്തിന്റെ ഏതെല്ലാം നാടിമിടിപ്പുകൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ തലപ്പത്തി വിരാജിക്കുക എന്നത് അഭിമാനകരമായ ഒരു മുഹൂർത്തമായി നമ്മൾ കാണുകയാണ്. ഈ മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കാൻ വന്നവരെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ എളിയ ഉത്തരവാദിത്വം ഞാൻ അത് മാത്രം നിർവഹിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അപകടമായി പോകുമോ എന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിമിതമായ സൗകര്യങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത്. ചെറിയ ഒരാൾ വന്നാൽ ഇരിക്കാൻ പോലും അവരെ ഒന്ന് മനോഹരമായി ഇരുത്താൻ പറ്റുന്ന നമ്മൾ ശൈശവദശ ഇനിയും പിന്നിട്ടിട്ടില്ല എന്നർത്ഥം. ധാരാളം വിദ്യാർത്ഥികൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇൽമന്വേഷിച്ച് യമാനിയയുടെ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ അക്കാദമിയിലേക്ക് ഇനിയും അടുത്ത വർഷങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ വരാനിരിക്കുകയാണ്. പക്ഷെ സൗകര്യങ്ങൾ നമുക്ക് വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നതുപോലെ, ഞാൻ മുഖസ്തുതി പറയുകയല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനോഹരമായ കെട്ടിടം യമാനിയയെ ഇങ്ങനെയേറെ സ്നേഹിക്കാൻ ഇതിന്റെ വൈസ് ചെയർമാൻ അബ്ദുള്ള മുഹമ്മദ് സാഹിബിന് താല്പര്യമുണ്ടായത് നമ്മളാരും പറഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങൾ ഇതുവരെ മൂപ്പരെടുത്ത് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ഈ സ്ഥാപനത്തിന് നൽകണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. 1 കോടിയോളം രൂപ വിവിധ സ്ഥലങ്ങളിൽ നമ്മെ സഹായിച്ച മാന്യ വ്യക്തിത്വമാണ് ഇതിന്റെ വൈസ് ചെയർമാനായ അബ്ദുള്ള മുഹമ്മദ് സാഹിബ്. ശംസുൽ ഉലമയോടുള്ള സ്നേഹ, ശംസുൽ ഉലമയെ ചികിത്സിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അവിടെയാ, ഫാത്തിമ ഹോസ്പിറ്റലിൽ. അതാണ് അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തോടുള്ള താല്പര്യം. ശംസുൽ ഉലമയുടെ അവസാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ആളാ. അതും ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് ഉണ്ടായത്. വല്ലാത്തൊരാത്മീയ ബന്ധം ശംസുൽ ഉലമയോടുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലെ 1ാമത്തെ ബിൽഡിംഗ് നമുക്ക് നിർമ്മിച്ചു തന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് നിർമ്മിച്ചു തരുന്നത് അദ്ദേഹം. ഇങ്ങനെ പലരുടെയും സഹായം കൊണ്ട് ഒരു അറബിയുടെ ബിൽഡിംഗാണ് നമ്മുടെ ഈ ഇടത് ഭാഗത്ത് നിൽക്കുന്നത്. അപ്പുറത്തുള്ളത് മറ്റൊരു സഹോദരൻ നമുക്ക് നിർമ്മിച്ചു തന്നതാ. ഇപ്പോൾ ബാക്കിലുള്ളത് മറ്റൊരു അറബി നിർമ്മിച്ചു തന്നതാ. ഇത് നമ്മളെല്ലാം കൂടി നമ്മൾ ഒയന്നുണ്ടാക്കിയപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടതാ. അതിൻ്റെ ഒയലിച്ച് അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഒപ്പിച്ചുണ്ടാക്കിയതാണ്. അൽഹംദുലില്ലാഹ് വളരെ ഏറെ പ്രയാസങ്ങളൊക്കെ നമ്മളെ ഈ ക്യാമ്പസിലുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഒരു വലിയ സൗകര്യങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അറബിക് കോളേജായി അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ ഉറവിടമായി ഈ സ്ഥാപനം ഉയരുമെന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഇതിന്റെ തലപ്പത്ത് നിൽക്കുന്ന മഹാനവറുകൾക്ക് ഈ രാജ്യത്തിന്റെ തലപ്പത്ത് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ ഉയർച്ചയോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തെയും ഇതിന്റെ ഭാരവാഹികൾക്കും ഇതിന്റെ വിദ്യാർത്ഥികൾക്കും ഇതിൽ പഠനം പൂർത്തിയാക്കിയ മഹാന്മാരായ ഉസ്താദുമാർക്കും ഒക്കെ അള്ളാഹു ആ ഉയർച്ച നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സൗകര്യപ്രദമായ, ഇപ്പോൾ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ
ധാരാളം ആളുകൾ ഇനി യമാനിയ ക്യാമ്പസിലേക്ക് പോയിക്കും നമുക്കറിയാം. അല്ലാതെ തന്നെ വരാറുണ്ട് പരിപാടികൾ ക്ഷയിക്കാനും മസാല ചോദിക്കാനും ഫത്വ ചോദിക്കാനും. ഇനി തിരക്ക് പിടിച്ച തൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് സന്ദർശകരുണ്ടാകുമെന്ന് യമാനിയ മനസ്സിലാക്കി അതിനടിസ്ഥാനത്തിൽ തന്നെ സൗകര്യപ്രദമായ ഒരു ഓഫീസും റൂമും ഒക്കെ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വൈകാത്ത ഭാവിയിൽ അതിനുള്ളൊരു സംവിധാനം എല്ലാ സൗകര്യങ്ങളുമുള്ള വിശിഷ്ട വ്യക്തികൾക്കൊക്കെ വന്നാൽ ഇരിക്കാൻ കഴിയുന്ന, നമ്മളിപ്പോൾ ആ കാല് കുറഞ്ഞ കസാരൊക്കെ ഇട്ടുകൊടുക്കല, അങ്ങനെ നമ്മളായിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ ഈ ദുആ സമ്മേളനം എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്, സ്വീകരണ സമ്മേളനം എന്ന് പറയുന്നതിനേക്കാളേറെ. ഈ മഹാസമ്മേളനത്തിൽ ഇത് വലിയ ആളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്ത സ്ഥാപനത്തിൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാ കോണിലുമുള്ള എല്ലാ വ്യക്തിത്വങ്ങളും ഇവിടെ ഒത്തുചേർന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മഹാസമ്മേളനമായി നമ്മൾ കാണുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹംസ വാഫക്കി തങ്ങൾ അവർകളാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് ഞാൻ വളരെ ബഹുമാനത്തോടുകൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ എന്തിനു വിളിച്ചാലും ഓടി വരുന്ന ഇതിൻ്റെ ഒരു കണ്ണിയാണ്. ഒക്കെ ശംസുലമനോടുള്ള സ്നേഹം കൊണ്ടാണ്. എപ്പോൾ വിളിച്ചാൽ ഇന്ന് രാവിലെ വിളിച്ചതാണ്. ഇന്നലെ രാത്രി അത് തീരുമാനിച്ചത്. രാത്രി 9 മണിക്കാണ് നമ്മൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് അന്തിമമായി തീരുമാനിച്ചത്. അതിനുശേഷം വൈകിയപ്പോൾ ചില ആളുകളൊക്കെ ഇന്ന് രാവിലെ വിളിച്ചവരുണ്ട്. എന്നിട്ടും നമ്മുടെ ഒരു വിളി അതൊരു ക്ഷണമായി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ ജമല്ലൈരി കോഴിക്കോട് ഖാദി, ബഹുമാനപ്പെട്ട അവർക്ക് കേരള സ്റ്റേറ്റ് SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള തങ്ങളവറുകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഈ സ്ഥാപനം നൽകുന്ന ഒരു ഉപഹാരമുണ്ട്, സ്നേഹോപഹാരം. ആ ഉപഹാരം നൽകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷിയും ഇതിൻ്റെ വൈസ് ചെയർമാനുമായ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ MD കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുള്ള മുഹമ്മദ് സാഹിബാണ് ആ ഉപഹാരം സമർപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമസ്ത കേരള ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ഹംസ ബാഫക്കി തങ്ങളവറുകൾ ഒരു കോട്ട് അണിയിക്കുന്നുണ്ട്. അതൊരു ചടങ്ങാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ അതിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. കേന്ദ്ര സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുശാവറ അംഗവും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉപാധ്യക്ഷനും നമ്മുടെ എല്ലാമായ എല്ലാ പരിപാടിക്കും ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധാരണ മൂല്യാരല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാക്കരിയായിട്ടാണ് വരിക. ബഹുമാനപ്പെട്ട മുഖം ഉമർ ഫൈസി, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇവിടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉസ്താദുമാരിൽ പ്രധാനികളായ ബഹുമാനപ്പെട്ട ഒളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ് അവറുകൾ, ശംസുൽ ഉലമ നന്ദിയിലുണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ നന്ദിയിലാണ്. ശംസുൽ ഉലമയാണ് ഇവരൊക്കെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് പാകപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകും, അത് നയിക്കാനുള്ള നേതൃത്വം അവിടുത്തെ ഉസ്താദുമാരെയൊക്കെ ഒരേ സമയത്ത് തങ്ങളുസ്താദും ഒളവണ്ണ ഉസ്താദും അവിടെ ശംസുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുകയും ശംസുൽ ഉലമയുടെ വഫാത്തിന് ശേഷം അവിടെ പ്രിൻസിപ്പാളാവുകയും ചെയ്ത മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഒളവണ്ണ ഉസ്താദ് അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ഥാപനത്തിൻ്റെ കാര്യദർശി അർവിക്കുട്ടി ഹസൻ ദാരിമിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രൊഫസർ ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ SMFൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ സലാം ഫൈസി മുക്കം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹബ്, ബഹുമാനപ്പെട്ട ഉമർ കോയ ഹാജി, അഹമ്മദ് സാഹബ്, ഹൈതമി ഉസ്താദ് അവർകൾ, മൂസ മൗലവി, AT ബഷീർ, ബഹുമാനപ്പെട്ട റഷീദ് ഫൈസി വെള്ളായിക്കോട്, ബഹുമാനനായ KP കോയ, പേരറിയുന്നവരും അറിയാത്തവരൊക്കെ ഇനി ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വേദിയിലിരിക്കേണ്ട ഒരുപാട് നേതാക്കൾ താഴത്താണ് ഇരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ നേതാക്കളായ കുഞ്ഞാലി ഹാജി, അതുപോലെ തന്നെ SKSFൻ്റെ ജില്ലാ സെക്രട്ടറി OP അഷ്റഫ്, യമാനീസ് അസോസിയേഷൻ്റെ പേരറിയാത്തത് കൊണ്ടാണ് പ്രസിഡന്റ് കുഞ്ഞസീരി തങ്ങൾ, അതുപോലെ ഒരുപാട് യമാനികൾ ഇന്നലെ രാത്രിയൊക്കെ യാത്ര ചെയ്തവരുണ്ട് ഇന്നിവിടെ എത്താൻ വേണ്ടി. എല്ലാ യമാനികളെയും
അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ മഹാസ്ഥാപനത്തെ സഹായിക്കുന്ന ഗുണകാംക്ഷികളെയും ഇതിൻ്റെ പരിസരത്തുള്ള പള്ളി മദ്രസകളിൽ നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, ഇവിടെ പഠിക്കുന്ന മുത്തവല്യ വിദ്യാർത്ഥികൾ, അക്കാദമിയിലെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ മറ്റു ഉസ്താദുമാർ, എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഈ മഹത്തായ ഈ സമ്മേളനത്തിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹനീയ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമാദരണീയനായ അധ്യക്ഷൻ ഹംസ ബാഫഖി തങ്ങൾക്ക് വേണ്ടി പണ്ഡിത തറവാട്ടിലെ പ്രതിഭാധനനായ തേരാളി അഹ്ലു ബൈത്തിന്റെ അംബുജം സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളെ സർവ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين، أما بعد. أعوذ بالله من الشيطان الرجيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله مولانا الكريم. ബഹുമാനാദരവുള്ള ഇന്നിവിടെ സ്വീകരണം നൽകപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഹംസ ബാഫഖി തങ്ങൾ, സമസ്ത കേന്ദ്ര മുഷാവർ അംഗം പ്രിയങ്കരനായ ഉമർ ഫൈലി, പ്രിയങ്കരനായ അബ്ദുള്ള മുഹമ്മദ് സാഹിബ്, കുട്ടി ഹസൻ ദാരിമി, മറ്റു വേദിയിലും സദസ്സിലുമൊക്കെയുള്ള നേതാക്കന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരന്മാർ, ഈ ക്യാമ്പസിൽ നിന്ന് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണ്. സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ലോകത്തെവിടെയുമുള്ള ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ഇതിനെ നയിക്കാൻ വന്യരായ സയ്യിദ് അവർകളെ തിരഞ്ഞെടുക്കപ്പെടണമെന്നുള്ളത്. ആ ഒരു സ്ഥാനത്തേക്ക് സയ്യിദ് അവർകളെ അള്ളാഹു ഉയർത്തിയിരിക്കുകയാണ്. അള്ളാഹു ദീർഘകാലം ഈ തണൽ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടും യോഗ്യനാണെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. സയ്യിദ് അവർകളെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഇവിടെ ഇരുത്തി പറയുമ്പോൾ ചിലപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ അതിന് വഴക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും വിഷയങ്ങളിലേക്കും ഞാൻ നീങ്ങുന്നില്ല. സമസ്ത എന്ന പ്രസ്ഥാനത്തെ ഇന്നേ വരെ നയിച്ചിട്ടുള്ള മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അവർ നിഷ്കളങ്കരും നിസ്വാർത്ഥരുമാണ്. പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനത്തെത്തുന്നവരല്ല. അതല്ലെങ്കിലും ഏതെങ്കിലും ചുളിവിലൂടെ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ നിയോഗമെന്നോണം മഹാത്മാക്കളായിരിക്കുന്ന നേതാക്കന്മാർ, ഉലമാക്കൾ അവരൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് കൂട്ടമായി എടുക്കുന്ന ഒരു തീരുമാനമാണ്
ആ സ്ഥാനത്തേക്ക് ആരെ ഇരുത്തണമെന്നുള്ളത്. അതിലൊക്കെ നമുക്ക് ഉറച്ചൊരു വിശ്വാസമുണ്ട്. അവരിലൂടെയൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഈ പണ്ഡിതരിലേക്ക്, അല്ലെ ഉലമാക്കളിലേക്ക്, നേതാക്കന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ സമസ്ത എന്ന മഹൽ പ്രസ്ഥാനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച് നമ്മോട് ഇവിടെ പറഞ്ഞ മഹാരഥന്മാരാണ്. മഹാനായ ശംസുലമീം റയീസുൽ മുഹക്കിഖീനും വറക്കൽ ബാലമി മുല്ലക്കത്ത് കോയത്തങ്ങൾ വരേക്കുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാരാണ് ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ നേതാക്കന്മാർ. ആരാണ് ആ പ്രസ്ഥാനത്തെ നയിക്കേണ്ടത് എന്നുള്ളത് നിർണയിക്കുന്നത്. അതാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും നമുക്ക് അഭിമാനവും സന്തോഷവും അതിരറ്റ സന്തോഷവും. എങ്ങനെ ഈ സദസ്സിനെ ആ സന്തോഷം പങ്കിടുക എന്നറിയില്ല. ഇനിയുള്ള നമ്മുടെയൊക്കെ തന്നെ തണൽ ഈ പ്രസ്ഥാനത്തിനെ നയിക്കേണ്ടത് അതിനെല്ലാം കൊണ്ടും യോഗ്യൻ, സിയാദത്ത് കൊണ്ടും ഇൽമു കൊണ്ടും കമാൻഡിങ് പവർ കൊണ്ടും എല്ലാം കൊണ്ടും അർഹനായ വന്യരായ സയ്യിദ് അവർകൾ. റബ്ബേ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അവരിൽ നിന്നും ലഭിക്കുന്ന ആ നിർദ്ദേശോപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ഗമിക്കാനുള്ള തൗഫീക്കും ആഫിയത്തും നൽകണേ തമ്പുരാന്. മൺമറഞ്ഞ നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ, ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ ടിയങ്കോട്ട് ബലവാബ് മുസ്ലിയാർ അവർ, അതുപോലെ തന്നെ മഹ്ബർമത്തൂർ ഉസ്താദ് പോലത്തെ മഹാരഥന്മാർ ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേറ്റം ശ്രമമില്ലാതെ നയിച്ച ഭാരതന്മാർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ സമ്മതത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സർവാദരണീയനായ സമാദരണീയനായ അധ്യക്ഷൻ തങ്ങൾ ഉസ്താദ് അവർക്ക് സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനു വേണ്ടി ജാമിഅ യമാനിയയുടെ അഭ്യുദയകാംക്ഷി തന്റെ സമ്പത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിനു വേണ്ടി അകമഴിഞ്ഞ് എപ്പോഴും ഇലാഹിയായ മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരു പിശുക്കും കാണിക്കാത്ത സർവസ്നേഹി സമാദരണീയനായ ഫാത്തിമ MD അബ്ദുള്ള മുഹമ്മദിനെ വളരെ ബഹുമാനത്തോടുകൂടി തങ്ങൾ ഉസ്താദിന് ഉപഹാരം നൽകുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സമാദരണീയനായ അധ്യക്ഷൻ ഹംസ ബാഫഖി തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ കോട്ടണിയിക്കുന്നു. ആദരപൂർവ്വം തങ്ങളവറുകളെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. യമാനിയ സ്റ്റുഡൻസ് യൂണിയൻ 2016-2017 പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിന് ഉപഹാരം സമർപ്പിക്കുന്നു. സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുന്നു.
രണ്ട് വാക്കുകൾ ഈ സദസ്സിനെ ആശീർവദിച്ചുകൊണ്ട് അബ്ദുള്ള മുഹമ്മദ് സംബോധിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലയുടെ അമരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് തങ്ങൾ ഉസ്താദ് അവറുകളെ, കോഴിക്കോട് ഖാദി ബഹുമാനപ്പെട്ട ജമലുലി അവറുകളെ, ഹംസ ബാഫക്കി തങ്ങൾ അവറുകളെ, ഉമർ ഫൈസി മുക്കം, മറ്റു മഹാപണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും. ഈ ധന്യ മുഹൂർത്തത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് നമ്മുടെ സംഘടനയെ വർഷങ്ങളോളം നയിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സമാദരണീയനായ അധ്യക്ഷൻ ഹംസ ബാഫക്കി തങ്ങൾ സംബോധിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ഇതിലെ ഒരുപാട് മഹാന്മാർ ഇരുന്ന അധ്യക്ഷ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ സാദാത്ത് കുടുംബത്തിലെ മൂന്നാമത്തെ ആളാണെന്ന് തോന്നുന്നു. ഒന്ന് മുല്ലക്കോയ തങ്ങൾ, രണ്ട് അസ്ഹരി തങ്ങൾ, മൂന്നാമത്തത് ബഹുമാനപ്പെട്ട മുത്തുകോയ തങ്ങൾ. ശരിക്കും നമ്മുടെ ജാമിഅ മാനിയക്ക് കിട്ടിയ അതിമഹത്തായ ഒരു ഭാഗ്യവും കൂടിയാണിത്. തങ്ങളെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും മനസ്സിലാക്കിയത് ഗീവ് റെസ്പെക്ട് ടു ഗെറ്റ് റെസ്പെക്ട്. ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക. എത്ര ചെറിയ കുട്ടികളായാലും അവരെ സ്വീകരിക്കുന്ന രീതിയും പലപ്പോഴും കാണുമ്പോഴുള്ള ആ സ്നേഹമൊക്കെ ബഹുമാനപ്പെട്ട സംസ്കൃതമായും മറ്റും ഉണ്ടായിരുന്ന അതേ സ്വഭാവഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ ഒറിജിനൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. സമസ്തക്കും ഉണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ ഒരിക്കലും ഒറിജിനലുമായിട്ട് വെല്ലാൻ അത് സാധിക്കുകയില്ല. അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആരായാലും ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങൾ ഈ യമാനിയെയും സമസ്തയും വളരെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കുവാനുള്ള ഖൈറും ബർക്കത്തും താക്കത്തും അള്ളാഹു കൊടുക്കട്ടെ. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നന്മയും നമുക്കും ലഭിക്കട്ടെ. കൂടുതൽ ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം ഇനിയും ഉയർന്നു വരാനുണ്ടാകും. എന്നാൽ ഇത്രയും വലിയൊരു സ്ഥാനം വേറെ ഒന്നുമില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തുമാക്കിയിട്ട് നമ്മളുണ്ട്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 2015-16 വർഷത്തെ വിദ്യാർത്ഥികൾ നൽകുന്ന സ്നേഹോപഹാരം സയ്യിദ് സനാഉള്ള തങ്ങൾ യമാനി സമാദരണീയനായ തങ്ങൾ ഉസ്താദിനെ സമ്മാനിക്കുന്നു. വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സജീവ സാന്നിധ്യവും പണ്ഡിത പ്രമുഖരുമായ ഉസ്താദ് ഉമർ ഫൈലി സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ ആദരണീയമായ ഒരു സദസ്സാണിത്. ഉലമാക്കൾ, സാദാത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, അവരെ സ്നേഹിച്ച് കഴിയുന്ന നല്ലവരായ നാട്ടുകാർ ഒക്കെ ഒത്തുകൂടിയ ഒരു സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉയർത്തുന്നതിനെ സംബന്ധിച്ച്
ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഉയരുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു തൃപ്തിപ്പെടുമ്പോഴാണ് ജനങ്ങൾ സ്ഥാനങ്ങൾ കൊടുക്കുന്നതും ഉയർത്തുന്നതും സ്നേഹിക്കുന്നതൊക്കെ. ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ എങ്ങനെയാണോ അതനുസരിച്ച് കൊണ്ടാണ് ഭൂമിയിലും മനുഷ്യൻ്റെ സ്വീകാര്യത എന്ന് ഹദീസിൽ കാണാം. അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു കണക്കിലെടുത്താൽ, അള്ളാഹു വാനലോകത്തുള്ള മലക്കുകളോട് പറയും, അഥവാ ജിബ്രീലിനോട് പറയും, ജിബ്രീൽ, ഞാൻ ഇന്നയാളെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആകാശലോകത്തുള്ള മലക്കുകൾ അദ്ദേഹത്തെ സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോടത് വിളിച്ചു പറഞ്ഞു. മലക്കുകൾ എല്ലാവരും സ്നേഹിച്ചു. വാനലോകം ആ മനുഷ്യനെ സ്നേഹിച്ചു. അതിനുശേഷം അവർ താഴോട്ട് അതിൻ്റെ കബൂലിയത്ത് അല്ലാഹു തആല ഇട്ടുകൊടുക്കും എന്നാണ് ഹദീസുള്ളത്. അതായത് അത് തന്നെയാണ് നമ്മൾ കാണുന്നതൊക്കെ. ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനമാനങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യൊപ്പോടു കൂടെയുള്ള സ്ഥാനമാനങ്ങളാണ്. അല്ലാതെ ജനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് അതിന് സ്ഥായീകരണം ഉണ്ടാവില്ല. അത് വീണും തകർന്നും പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ നിൽക്കും. ഈ സ്ഥാനം അങ്ങനെയുള്ള സ്ഥാനമല്ലല്ലോ. അൽ ഉലമാ വറസത്തുൽ അംബിയ, അള്ളാഹുവിൻ്റെ നിയോഗമാണിത്. അള്ളാഹു അംബിയാക്കന്മാരെയാണ് ഈ ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അയച്ചത്. ആ അംബിയാക്കന്മാരുടെ നിയോഗം അവരുടെ ശേഷം ഖാത്തിമുൻ നബിയ്യീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണ് ഇനി പ്രവാചകന്മാരുണ്ടാവാത്ത ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈ ദൗത്യം നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞു. ആ പണ്ഡിതന്മാര് ഇങ്ങനെ പ്രവർത്തിച്ചു വന്നു. അവസാനം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ ആദർശക്കാരൊക്കെ പൊന്തി വരാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ പേച്ചവരും അതേ അവസരത്തിൽ സത്യസന്ധമായ മാർഗം ഇന്നതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അന്നത്തെ ആത്മീയ നേതൃത്വം നൽകാൻ പറ്റിയ സൂഫി വര്യന്മാരായ അള്ളാഹുവിൻ്റെ ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ, അവർ ഒരുമിച്ച് കൂടി രൂപം കൊടുത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ അബ്ദുൽ ബാരി മുസ്ലിയാർ, അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ശംസുൽ ഉലമ, റഈസുൽ മുഹഖിഖീൻ, കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയവരൊക്കെ ആ നിലക്ക് അവിടെ ഇരിക്കുകയും അതനുസരിച്ച് അവരുടെ വഫാത്ത് വരെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അത് ജനങ്ങൾ മുഴുവനും ഒരു എതിർപ്പുമില്ലാത്ത രൂപത്തിൽ സ്വീകരിച്ചു വരികയും ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ തെളിവാണ്. അള്ളാഹുവിൻ്റെ കബൂലിയത്ത് അവർക്കുണ്ടായി എന്നതിൻ്റെ തെളിവാണ്. ആ സ്ഥാനത്തേക്കാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ്, നമ്മളൊക്കെ ഉസ്താദ് എന്ന് പറയുന്ന നമ്മൾ തങ്ങൾ ഉസ്താദ് ഉയർത്തപ്പെട്ടത്. നമ്മളൊക്കെ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. വളരെ വിലപ്പെട്ട ഒരു സ്ഥാനം. ഇതിനപ്പുറം ഇനി ഒരു ആലിമയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറ്റൊരു സ്ഥാനമില്ല. അബ്ബാസ് താരിം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള ആ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു എന്നത് അതും തന്നെയും ഒരു പാരമ്പര്യത്തിൻ്റെയും അതുപോലെ അച്ചടക്കത്തിൻ്റെയും അദബിൻ്റെയും കുരുത്തത്തിൻ്റെയും ഒരു മാർഗമാണത്. മഹാന്മാരായ ഉസ്താദന്മാരുടെ കുരുത്തമാണ് ഏറ്റവും വലിയ സംഗതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുരുത്തവും നമ്മൾ കാണുന്നുണ്ട്, കുരുത്തക്കേടും കാണുന്നുണ്ട്. രണ്ടും നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. കുരുത്തക്കേട് പോകുന്നതൊക്കെ കുരുത്തക്കേട്, ഓരോ ദിവസവും കുരുത്തക്കേടിൻ്റെ കറുത്ത പട്ടിക നീളുന്നതായിട്ടാണ്. എന്നാൽ ഇത് വെളുപ്പിൻ്റെയും പ്രകാശത്തിൻ്റെയും പട്ടിക ഓരോ ദിവസവും ഓരോ അധ്യായം ഇറക്കിക്കൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു വരുന്നത്. നമുക്കെന്നും വെളിച്ചമാണ്. ആ നിലക്കുള്ള നേതൃത്വത്തിലേക്കാണ് ഇവിടെ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മശായിഖന്മാരെ, ഉസ്താദന്മാരുടെ പൊരുത്തമാണ്. ഞാൻ നന്ദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന അവർ ദിവസം എന്നോട് ചോദിച്ചു, മുദരിസുമാരുടെ കുറവ് വരുമ്പോൾ നികത്താൻ വേണ്ടി ഒരു തങ്ങൾ അറിയാമെന്ന് ചോദിച്ചു എന്നോട്. അദ്ദേഹം കടമേരിയിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്കന്ന് തങ്ങൾ അത്ര പരിചയമില്ല. അന്വേഷിച്ചു നോക്കിയപ്പം മോശമില്ല, നല്ലൊരു തങ്ങളാണ്. ഒരു മുദരിസ്, കിതാബൊക്കെ തിരിയുന്ന കടമേരിയിൽ കുറേ ദർസൊക്കെ നടത്തിയ ഒരു തങ്ങളാണ്. അതിനു മുമ്പേ ദർസൊക്കെ നടത്തി, പിന്നെ കുറച്ചൊക്കെ ഗൾഫിലൊക്കെ പോയെങ്കിലും അവിടെയും അതിനൊന്നും തൻ്റെ ഈ ഇൽമുമായി ബന്ധപ്പെട്ട മേഖലയല്ലാത്തത് കൊണ്ട് ഉടനെ തിരിച്ചു വന്ന് ഈ മേഖലയിലേക്ക് തന്നെ കടന്ന ആളുമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ എളിയ ശിഷ്യനായിക്കൊണ്ട് അവിടുത്തെ ഒരു ഖാദിമായിക്കൊണ്ടാണ് നന്ദിയിലും അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തത്. എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ ഗുരുവന്യൻ്റെ കൂടെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത്
അദ്ദേഹം വലിയ ഒരു ഗുരുത്വവും ഗുണമായി കാണുന്നതാണ്. ഏത് സമയത്തും ഷെയ്ഖുനായുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം, ആ ഒരു ഭാഗ്യം തന്നെയാണ് ഷെയ്ഖുനായുടെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടുള്ള ഷെയ്ഖുനാക്ക് ശേഷവും നന്ദിയിൽ തന്നെ വലിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇവിടെ ശംസുൽ ഉലമ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ശംസുൽ ഉലമ ദാരിമീസുകളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ദാരിമീസുകളോട് തൻ്റെ ആശയം പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവിടെ ഖുർആന് വെളിച്ചം നൽകുന്ന, അല്ലെങ്കിൽ ഖുർആനെ അറിയുന്ന, പരിചയപ്പെടാൻ പറ്റിയ കുറച്ച് പണ്ഡിതന്മാരെ ഉണ്ടാക്കണം, നമുക്ക് നമ്മുടെ അടുത്ത് അവിടെ കേന്ദ്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്ങൾ അവസാന കാലത്ത് താമസിച്ചിരുന്ന ഇവിടെ കുറ്റിക്കാട്ടായിരുന്നു, മകളടുക്കലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അവിടെ വെച്ച് ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് ഈ ശംസുൽ ഉലമ സ്മാരകമായി കൊണ്ടുള്ള ഇത്. ശംസുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചതാണെങ്കിലും ഇതുണ്ടാക്കുന്നത് പിന്നീട് ശംസുൽ ഉലമയുടെ സ്മാരകമായിട്ടാവേണ്ടി വന്നു എന്നതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചരിത്രം. ആ നിലക്ക് ഇത് ഏതാണ്ടൊക്കെ പച്ച പിടിച്ച ഒരു പ്രായത്തിൽ ഇങ്ങോട്ടെത്തുന്ന സമയത്ത് ഇതിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ വേണ്ടി ശൈഖുനാ ശംസുൽ ഉലമയാണ് തങ്ങളവറുകളെ ഇങ്ങോട്ട് അയച്ചത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ ഇതിന്റെ സാരഥ്യം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് വളരെ ഉയർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും നാൾക്ക് ഓരോ പദ്ധതികളുമായി കൊണ്ട് ഈ യമാനി ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അതൊരു കാര്യം. അങ്ങനെ അതേ പ്രകാരം തന്നെ കേരളത്തിന്റെ വിവിധ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ഒരു ദിവസം, ഒരര ദിവസം കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മടവൂര് അശ്ശരിയ കോളേജ്, അതുപോലെ പിന്നെ വേറെ എവിടെയൊക്കെ ചില കോളേജുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അത് എല്ലാം ഈ കബൂലിയത്തിന്റെ, അള്ളാഹുവിന്റെ അടുക്കലുള്ള കബൂലിയത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുനായുടെയും അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ശൈഖുന ഇരുന്ന, അല്ലെങ്കിൽ നയിച്ച ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ഉസ്താദന്മാർ വരെ ഇരുന്ന കണ്ണിയത്ത് ഉസ്താദാവട്ടെ, അതുപോലെയുള്ള പിന്നെ മഹാന്മാരായ ആൾക്കാരൊക്കെ ഇരുന്ന ആ പദവിയിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതും ശൈഖുനായുടെ ഒരു വിളിയാളമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ആ കുരുത്തം വാങ്ങുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാഠം, അനുഭവിക്കാവുന്ന ഒരു പാഠമാണ് തങ്ങൾ നൽകുന്നത്. തങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുകൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. തങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. കാരണം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആലിമീങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മളെ കുമരംപുത്തൂർ ഉസ്താദ്, അതിനെ തുടർന്ന് പിന്നെ നമ്മളെ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ, ഇതൊക്കെ ഈ ദാരിദ്ര്യം, നമുക്ക് ഈ മേഖലയിൽ ദാരിദ്ര്യം ഉളവാക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ വിഷമിക്കുമ്പോഴാണ് അതിനൊക്കെ പരിഹരിക്കാം എന്ന രൂപത്തിൽ തന്നെ ഇത്തരം ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത് അവരൊക്കെ അതിനു വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച് ഇവിടെ കണക്കാക്കി വെച്ച ചില ആളുകളാണ് എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ഈ പ്രസ്ഥാനം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു തന്നെ ചെയ്യുന്ന സംവിധാനമാണ്. ആ നിലയ്ക്ക് നമുക്ക് അവരെയൊക്കെ ഒരു അണുവണവില്ലാത്ത രൂപത്തിൽ അവരുടെ പിന്നിൽ അടിയുറച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കാരണം അത്ര ശുദ്ധമായ, പിൻപറ്റാൻ പറ്റിയ മുത്തമയങ്ങളായ ആളുകളാണ് അവരൊക്കെ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഈ കേരളത്തിൽ നിലനിർത്താൻ നേതൃത്വം കൊടുക്കുന്ന ഇത്തരം സാദാത്തുക്കളെയും ഉലമാക്കളെയും കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചു മരിക്കണം നമുക്കൊക്കെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിശ്വാസത്തെ അല്ലാഹു തആല സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു തആല പലരും പല ഇന്നലെ മുഷാവറ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് തങ്ങളെ തെരഞ്ഞെടുത്തത്. മുഷാറവിൽ വന്ന ആൾക്കാർ അധികവും വളരെ രോഗമുള്ളവരും വിഷമുള്ളവരും ഒക്കെയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, പഴയ ആൾക്കാരും തഖ്വയുള്ള ആൾക്കാരുമാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. തങ്ങളവരുടെ നിയോഗത്തിൽ എൻ്റെ സ്വന്തം നിലക്കും മറ്റുള്ള സംഘടനാ നിലക്കൊക്കെ തന്നെയുള്ള സന്തോഷം മഹാനവറുകളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. SKSFന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി റഷീദ് ഫൈസി വള്ളായിക്കോട് 2 മിനിറ്റ് സദസ്സിനെ അഭിമുഖീകരിക്കും. അസ്സലാമു അലൈക്കും. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ, ഉമ്മറാക്കളെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ജാമിയ യമാനിയെ സംബന്ധിച്ചിടത്തോളം
വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. അതിനേക്കാളേറെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSFനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അമരത്ത് വന്നു എന്നത് തന്നെ ദീർഘമായി പറയുന്നില്ല. തങ്ങളെ ഇരുത്തി പറയുന്നതിന് തന്നെ പേടിയുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അതിന് പ്രതികരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ SKSFൻ്റെ എല്ലാവിധ സന്തോഷവും അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സ്വീകരണ ചടങ്ങിനും ബഹുമാനപ്പെട്ട ഇവിടെ ഒത്തുകൂടിയ നമുക്കൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കർത്തവ്യം. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘകാലം ഈ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിന്ന് നിലപാടുകളുടെ കൂടെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രാർത്ഥനാ മുഖരിതമാണ് ഈ അക്ഷര സംഗീതത്തിന്റെ തിരുമുറ്റം. കാതോർക്കുന്നത് എല്ലാവരും സമാദരണീയനായ തങ്ങൾ ഉസ്താദിന്റെ വാക്കുകൾ മാത്രമാണ്. എങ്കിലും ഒന്ന് രണ്ട് ആശംസാ പ്രസംഗങ്ങൾ കൂടി ബാക്കിയുണ്ട്. SMFന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സലാം ഫൈസി മുക്കം വളരെ ഹ്രസ്വമായ ഭാഷയിൽ സംവദിക്കുന്നു. ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം. ബഹുമാനനായ തങ്ങൾ ഉസ്താദ്, മറ്റ് കോഴിക്കോട് ഖാദി അടക്കമുള്ള നേതാക്കളെ, വലിയ സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ പങ്കാളിയാവുകയാണ്. തങ്ങൾ ഉസ്താദ് കടമേൽ റഹ്മാനിയയിൽ എൻ്റെ ദീർഘകാലത്തെ ഉസ്താദ് കൂടിയാണ്. ജമ്മു മുഴുവൻ ഉസ്താദിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഓതിയത്. അത് 2 ജുസും ഞാൻ തന്നെയാണ് ഏറെയും വായിച്ചു കൊടുത്തത്. തങ്ങൾ ഉസ്താദിൻ്റെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോളി മറുപടി പറഞ്ഞു കൊടുക്കണം, എന്നാലേ മുന്നോട്ട് പോവുള്ളൂ. കാരണം തഫ്ഹീം ഇത്ര കഴിവുള്ള നമ്മൾ പല ഉസ്താദുമാരെടുത്തും ഓതിയിട്ടുണ്ടല്ലോ. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് പോലെ മുത്തവൽ ക്ലാസ്സിൽ പോലും പറഞ്ഞു തരുമ്പം ഏത് പിന്നിലുള്ള കുട്ടികൾക്കും മനസ്സിലാവും. അതാണ് എൻ്റെ ശൈലി. അത് 24 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. തങ്ങൾ ഉസ്താദിൻ്റെ കീഴിൽ കിതാബ് ഓതി അവിടുന്ന് തന്നെ പരീക്ഷ നടത്തി. അങ്ങനെ പരീക്ഷയിൽ പാസ്സായി. പിന്നെ ഞങ്ങൾ ജാമ്യയിൽ പോയതായിരുന്നു. അപ്പോൾ അന്ന് കടമേരിയുള്ള MT ഉസ്താദ് അവിടെ ഉണ്ട്, കോട്ടുമര വാപ്പു ഉസ്താദ് ഉണ്ട്, ഒരു അരീക്കൽ അബ്ദുറഹ്മാൻ ഉസ്താദ് ഉണ്ട്. വളരെ സമ്പൂർണ്ണമായ ഒരു ടീമായിരുന്നു, ഉസ്താദുമാരെ ഒരു വലിയ ടീം. അന്ന് തന്നെ കോട്ടുമല ഉസ്താദിനെ ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്, കാരണം വാപ്പു ഉസ്താദിനെ. കാരണം വലിയ ഉസ്താദുമാരുള്ളപ്പോഴും അന്ന് കോട്ടുമല ഉസ്താദ് അതിൻ്റെ പ്രിൻസിപ്പളാണ്. വലിയ നിലക്ക് അർത്ഥത്തിൽ ഇടയ്ക്ക് വന്ന് ഞങ്ങൾ മഹല്ലി ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഓതി തരാറുണ്ട് കോട്ടുമല ഉസ്താദ്. അപ്പോൾ അവരൊക്കെ തന്നെയും കിതാബ് വായിച്ചു കൊടുത്താൽ മതി. കിതാബ് തങ്ങൾ ഉസ്താദ് തുറന്ന് വെക്കൽ അപൂർവ. വായിച്ചു കൊടുത്താൽ തന്നെ അതിങ്ങനെ ഒരു ഒഴുക്കായി വരുന്ന ശൈലിയാണ്. അവിടെ നിന്നാണ് പിന്നീട് ഉസ്താദ് നന്ദിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ആത്മീയ ബന്ധം അന്ന് തന്നെ ഉസ്താദുമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ബർക്കത്തിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. മഹാന്മാരായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയൊരു സ്ഥാനം ഇത് നമുക്ക് സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെയാണ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് പോയത്. ബാപ്പുസ്താദാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന സമസ്തയെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അങ്ങനെയാണല്ലോ സുപ്രഭാതം ഇവിടെ ഉണ്ടായി. 2-3 സമ്മേളനങ്ങൾ ബാപ്പുസ്താദിൻ്റെ നേതൃത്വത്തിൽ വളരെ കണ്ണിങ്ങോടുകൂടെ നടത്തപ്പെട്ടു. ബാപ്പുസ്താദ് ഒരു വലിയ തണലായിരുന്നു. അപ്പോൾ ഇനി ആര് അങ്ങനെ ഉണ്ടല്ലോ ഒരു നമുക്കൊക്കെ ഒരു വലിയ ഒരു ഷോക്കേറ്റ സമയത്ത് തങ്ങൾ ഉസ്താദ് നേതൃത്വത്തിലേക്ക് വരുമ്പം തങ്ങളുടെ നിലപാടറിയുന്ന, വ്യക്തിത്വം അറിയുന്ന, പാണ്ഡിത്യം അറിയുന്ന, സമീപനങ്ങൾ അറിയുന്ന ഏതൊരാൾക്കതൊരു വലിയ സന്തോഷം. അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു സന്തോഷം യമാനിയുടെ മുറ്റത്തൊരുക്കിയ, ഈ അക്ഷരമുറ്റത്തൊരുക്കി ഈ സന്തോഷത്തിൽ ഒരു എളിയ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാനുകൂടി പങ്കാളിയാവുകയാണ്. ഞങ്ങൾ മിനിഞ്ഞാ തങ്കുസ്ഥാൻ്റെ അടുത്ത് പോയിരുന്നു, ജലാലിയ കോളേജിൽ എറണാകുളത്തൊരു പരിപാടിയിൽ ക്ഷണിക്കാൻ വേണ്ടി. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കാണല്ലോ, അത്രയല്ലേ ആ സമയത്ത് കാവുള്ളൂ. അപ്പോൾ ഇന്നലത്തോടുകൂടെ
അതൊരു വലിയ നമുക്കൊരു സന്തോഷം നൽകുന്ന വാക്ക് നമ്മൾ കേൾക്കുകയും ഇന്ന് ഉസ്താദ് പ്രസിഡന്റ്ഷിപ്പിൽ നിൽക്കുമ്പം അതൊരു എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഷംസുലുലമയാണ് നമ്മൾ ഓർക്കുന്നത്. ഷംസുലുലമയുടെ ജനറൽ സെക്രട്ടറി പോസ്റ്റാണ് നമ്മൾ ഓർക്കുന്നത് എന്നതുപോലെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കാളിയാവുന്നു. അള്ളാഹു നമുക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അഭിനന്ദനങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് പേങ്ങാട്ടിൽ അഹമ്മദ് സാഹിബ് 2 വാക്ക് സംവദിക്കും. ബഹുമാന്യനായ തങ്ങൾ ഉസ്താദുകളെ, കുട്ടിയസൻ താരിമി ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ കുറ്റിക്കാട്ടൂർ പ്രദേശത്തുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന്. ഈ പ്രദേശത്തിൻ്റെ വലിയൊരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളും സമസ്തയുടെ പ്രസിഡൻ്റായ തങ്ങളവകളും ഈ പ്രദേശത്തുകാരാണ്. ഈ പ്രദേശത്ത് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സന്തോഷം ബഹുമാനപ്പെട്ട തങ്ങളെയും അതേപോലെ നാട്ടുകാരുടെയും സന്തോഷം, കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും എല്ലാവിധ സന്തോഷവും അങ്ങേ അറിയിക്കുന്ന ഈ വേദിയിൽ അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഈ സംഘടനയെ നയിക്കാൻ, ഈ സമുദായത്തിൻ്റെ ഐക്യത്തിനും സ്നേഹത്തിനും ഒക്കെ പ്രവർത്തിക്കാൻ അല്ലാഹു തആല ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുറ്റിക്കാട്ടൂർ യത്തീംഖാനയുടെ സെക്രട്ടറി AT ബഷീർ സാഹിബ് സ്നേഹാദരം പങ്കുവെക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാം. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത ഖാദിയാർ, അതുപോലെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിൽ സന്നിധരായ അബ്ദുള്ള മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ഉമർ ഫൈസി അടക്കമുള്ള പണ്ഡിതന്മാരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാവിലെ കുട്ടിയസൻ താരിമി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇന്ന് 4 മണിക്ക് ശേഷം ഉള്ള 1-2 ചുറ്റലുകളൊക്കെ മാറ്റിവെച്ച് എന്തായാലും ഇതിൽ സംബന്ധിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ മനസ്സ്, സന്തോഷം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവരും സന്തോഷിക്കുന്ന ഈ വേളയിൽ തങ്ങൾ ഉസ്താദിനോട് പറ്റി എന്തെങ്കിലും പറയാൻ ഞാൻ ആരുമല്ല. എങ്കിലും തങ്ങളെ ഞങ്ങൾ പറഞ്ഞു പോകുന്നു. സമസ്തക്ക് ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. ആ പ്രസിഡന്റുമാരെയൊക്കെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അങ്ങ് ഇപ്പോൾ സമസ്തയുടെ പ്രസിഡൻ്റായിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു ഹൃദയം നിറഞ്ഞ്. അതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, എന്നെ അറിയുന്ന ഒരു പ്രസിഡന്റ് സമസ്തക്ക് വന്നിരിക്കുന്നു. ഞാൻ പലരോടും ഈ ആശയം പങ്കുവച്ചു. എല്ലാവരും പറയുന്നു ഞങ്ങളൊക്കെ ആ അഭിപ്രായത്തിൻ്റെ കൂടെയാണ് എന്ന്. അതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ ഈ സ്ഥാന ലബ്ധിയിൽ സന്തോഷമുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ PB മുസ്തഫ ഹാജിയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ എതിർ സമസ്തയുടെ ഒരാളുമായിട്ട് ഒരു ചെറിയ വാക്തർക്കമുണ്ടായി. ആ വാക്തർക്കത്തിൽ ഞാൻ അദ്ദേഹത്തോട് അവസാനം ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹജ്ജും ഇവിടെ തന്നെ തുടങ്ങില്ലേ എന്ന് ചോദിച്ചപ്പോൾ AP പറഞ്ഞാൽ ഞങ്ങൾ അതും തുടങ്ങും എന്ന് പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമീപകാലത്തെ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതും സംഭവിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. തങ്ങളെപ്പോലെയുള്ള ദീർഘവും അതുപോലെ വീക്ഷണവും നിശ്ചയദാർഢ്യവുമുള്ള നേതാക്കന്മാർ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ഈ സ്ഥാനലബ്ധിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുപാട് വിജയങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനമായി യമാനീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിർഷാദ് യമാനി ചാലിയ 2 വാക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹബഹുമാനമുള്ള തങ്ങൾ ഉസ്താദ് ജമലുല്ലി തങ്ങൾ, പ്രമുഖരായ സമസ്തയുടെയും ഈ സ്ഥാപനത്തിൻ്റെയും നേതാക്കളെ,
ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് പ്രാർത്ഥനയോടുകൂടി നാം സമ്മേളിച്ചിരിക്കുന്ന ഈ സംഗമം അള്ളാഹു പൊരുത്തപ്പെട്ട ഒരിരുത്തമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ദീർഘകാലം കേരളീയ മുസ്ലിം ഉമ്മത്തിന് പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായി നമുക്കല്ലാഹു തങ്ങൾ ഉസ്താദിൻ്റെ സേവനം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. സമാദരണീയനായ തങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഒരു യമാനി എന്നുള്ള നിലയിലും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു വാക്കേ പറയാനുള്ളൂ. വാട്സപ്പുകളിലൊക്കെ വിദ്യാർത്ഥികൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, ജീവിതത്തിൽ ഇങ്ങനെ ശിഷ്യരെ സ്നേഹിച്ച ഒരു അധ്യാപകനെ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു പോസ്റ്റ്. അതൊരു വല്ലാത്ത സത്യമാണ്. ജീവിതത്തിന്റെ വഴികളിൽ ഒരുപാട് അധ്യാപകരെ കണ്ടുമുട്ടിയവർ ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഈ നല്ല മജ്‌ലിസിൽ ഞങ്ങളുടെ തങ്ങൾ ഉസ്താദിന് ഈ ജാമിഅ യമാനിയയുമായിട്ടുള്ള ബന്ധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന്റെ പകരം വെക്കാനില്ലാത്ത വാക്കായി മാറുമ്പോഴും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെയും സ്നേഹിക്കണേ, ഞങ്ങളോടൊപ്പം എപ്പോഴും തങ്ങളോടുകൂടെയും ഈ സമുദായത്തോടുകൂടെയും ഞങ്ങളെ ചേർക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രം തങ്ങൾ ഉസ്താദിനോട് സമർപ്പിച്ചുകൊണ്ട് ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ നന്മകളും ഉസ്താദിന് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിലെ മതസ്ഥാപനങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ കൂടെ ദീർഘകാലം സേവനം ചെയ്യുകയും ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ തങ്ങൾ ഉസ്താദിന്റെ കീഴിൽ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ശൈഖുന ഒളവണ്ണ ഉസ്താദ് നമ്മളുമായി സംവദിക്കുന്ന ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള എൻ്റെ ഒരുപാട് കാലത്തെ സ്നേഹബഹുമാനത്തിൻ്റെ ഒരു നിറകുടമായ തങ്ങൾ ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി അഹമ്മദ് ഖാ തങ്ങളെ, മറ്റ് ഓരോരുത്തരെ ഹംസവാഫക്കി തങ്ങളെ, മറ്റ് സ്റ്റേജിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, നേതാക്കളെ, സദസ്യരെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാകും. ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ തമ്മിലുണ്ടായതുകൊണ്ടെങ്കിൽ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ ഒരു വഫാത്തിൻ്റെ ആ രോഗം വന്ന സമയത്ത് ഇത് തങ്ങൾ ഉസ്താദ് തന്നെ എന്നോട് നേരെ പറഞ്ഞ സംഭവം. അങ്ങനെ ആദ്യം ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ കുറച്ച് കഴിഞ്ഞ് അത് കീശേരി ഉസ്താദിൻ്റെ അടുത്ത് പോയി ധാർപ്പിക്കാനൊക്കെ പറഞ്ഞു. ഏതോ ആവട്ടെ, അങ്ങനെ കാരണം എന്തായിരുന്നാലും സുഖക്കേട് മാറി. പിന്നെ ദർസ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നന്ദിയിലൊന്ന് വന്ന് പോവാന്നുള്ള നിലക്ക് വന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. ഞാനവിടെ അല്ല, ഞാനവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ രണ്ടാമത് അല്ല ഉണ്ട്, ഞങ്ങൾ വഫാത്താകുന്ന സമയത്ത് രണ്ടാമത് വന്നു. ഏതായിരുന്നാലും ചുരുക്കി പറയുകയാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ അടുത്ത് നിന്ന് സങ്കടത്തോടുകൂടി നിന്നു. ഇനി എന്താണ് ആ സങ്കടം? അത് താങ്ങാനാവാത്തൊരു സങ്കടമായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ ശൈഖുന എന്താ തങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വല്ല റബിയത്ത് ബിൻ കഅബ് എന്ന സഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞ പോലെ തങ്ങൾ അവരോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല എന്ന് പോലെ. എല്ലാവരും ഞാൻ ചുരുക്കി പോയി സമയമില്ലാത്തത് കൊണ്ട്. അപ്പം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇവിടെ ഇങ്ങനെ കൂടെ നിൽക്കുന്നത് പോലെ ശൈഖുന എന്നെ സ്വർഗത്തിലും കൂട്ടണം.
അപ്പം ബഹുമാനപ്പെട്ട ശൈഖുന എന്ത് പറഞ്ഞിരിക്കും, നിങ്ങളൊക്കെ മനസ്സിൽ എന്ത് വരുന്നു? ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, അങ്ങനെ നിങ്ങളെ എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടാൻ എനിക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പാണ്. എന്നാൽ അള്ളാഹു അങ്ങനെ ആക്കട്ടെ എന്ന് പറഞ്ഞു. വേറെമ്പാടും പറയാറുണ്ട്, ഇരുത്തി സാക്ഷിയോടുകൂടി പറയുന്ന ആളാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധങ്ങളുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നിയോഗമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ തങ്ങളുടെ പരിപൂർണ സമ്മതപ്രകാരമുള്ള ഒരു നിയോഗമാണെന്ന് എന്നതിൻ്റെ തെളിവുകൾ എമ്പാടും പറയാനുണ്ട്. അല്ലാഹു അത് അവർക്ക് വളരെ നല്ല നിലക്ക് ആ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല നിലക്ക് അതിനെ സമസ്തനെയും ഉലമാക്കളെയൊക്കെ നയിക്കാനും ഉള്ള പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും എല്ലാവിധ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദുൽ അസാത്തീദ് ശൈഖുന തങ്ങൾ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വ നിരയിലെ തങ്കത്തിളക്കമായി ശിഷ്യന്മാർ ഏറെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ വിളിക്കുന്ന ശ്രേഷ്ഠനാമമാണ് തങ്ങൾ ഉസ്താദ്. നേരിന്റെ പക്ഷത്ത് ഉമ്മത്തിന്റെ കരുത്തായി ആശയ ആദർശ രംഗത്ത് നിലപാടിലുറച്ച സ്വരമായി ഗാംഭീര്യം സ്ഫുരിക്കുന്ന എന്നാൽ അതിലേറെ സ്നേഹം തുളുമ്പുന്ന സമീപനവുമായി ദീനീയ ഉലൂമിന്റെ സാഗര തീരത്ത് ഈ വൈജ്ഞാനിക ഗോപുരത്തിന്റെ ഓരത്ത് പാരമ്പര്യ താവടിയിലെ ജ്ഞാനപ്രസൂനമായി നന്മയുടെ വെട്ടത്ത് വെളിച്ചവും തെളിച്ചവും വിതറി നിത്യശോഭയായി തങ്കത്തിളക്കമായി ശൈഖുന ശംസുൽ ഉലമ നട്ടുനണച്ച വടിയിൽ ആർജവത്വത്തോടെ തന്റെ ഇടത്തോടെ അണുവളവ് വ്യതിചലിക്കാതെ വിവേകത്തോടെ മുസ്ലിം കൈരളിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹീത വരദാനമേ റോസാപ്പൂവിന്റെ പരിമളവും തുഷാര ബിന്ദുവിന്റെ പരിശുദ്ധിയും ഒത്തുചേർന്ന ശൈഖുന തങ്ങൾ ഉസ്താദ് ഈ സദസ്സിന് അനുഗ്രഹ ഭാഷണം നൽകുന്നു. വളരെ സർവാധരവോടുകൂടി ഈ ജാമിഅ യമാനിയയുടെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഉസ്താദിനെ സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا فلا تفرقوا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരവുള്ള ഹംസ ബാഫക്കി തങ്ങൾ, കോഴിക്കോട് കാവി മുഹമ്മദ് കോയ ജമീലി തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, ഒളവണ്ണ ഉസ്താദ് അടക്കമുള്ള ഉസ്താദന്മാർ, ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യദർശി കുട്ടി ഹസൻ ദാരിമി, അതുപോലെ തന്നെ ഫാത്തിമ ഹോസ്പിറ്റൽ മാനേജറും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട സാരഥിയുമായ അബ്ദുള്ള മുഹമ്മദ് സാഹിബ്, മറ്റ് ഈ ഇവിടുത്തെ നമ്മുടെ ഈ കുറ്റിക്കാട്ടൂരുടെ മറ്റ് സ്ഥാപനങ്ങളായ യതീംഖാന, ജമാഅത്ത് തുടങ്ങി അതിൻ്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ ഒരു അനുഗ്രഹ ഭാഷണമൊന്നും നടത്താൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ ഇത്രമാത്രം ജനങ്ങൾ ഒരു സ്നേഹവും ആദരവും ബഹുമാനമൊക്കെ തരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ തുടങ്ങിയ ഈ ഫോണടി, ഞാൻ ഇന്നലെ രാത്രിയൊക്കെ എൻ്റെ ചെവി ഒന്നായിട്ട് വേദനയായി. പിന്നെ ഞാൻ രാത്രി ഫോൺ ഉപയോഗിച്ച് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറേ സമയം
റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുകയാണ്. കാരണം ചില ഇതുപോലുള്ളൊരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ്. ഒന്ന്, എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്ത കേരള ജമിയത്തുൽമൻ്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ മന്ത്രിച്ചു കൂതിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽമൻ്റെ മുൻകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങളടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രിച്ചു ചോദിക്കലുണ്ട്. ഒന്നത്. രണ്ടാമത് ഇവിടെ അബ്ബാസ് ദാരിമി സൂചിപ്പിച്ചതുപോലെ അവർ ഞങ്ങളൊക്കെ ഉസ്താദ് കുട്ടിയസൻ ദാരിമിൻ്റെയൊക്കെ ഉസ്താദ് മഹാനാവുന്ന അബുൽ ബുഷ്റ പി കുഞ്ഞി മുസ്ലിയാർ, എനിക്ക് അവരല്ലാതെ ഉസ്താദന്മാരുണ്ട്. ബഹുമാനപ്പെട്ട തിരങ്ങാടി വാപ്പ മുസ്ലിയാരൊക്കെ എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനി തന്നെയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ ഷെയ്ഖുന ശംസുൽമയും കണ്ണിത്ത് ഉസ്താദിനേറ്റൊക്കെ ഉസ്താദിയത്തിൻ്റെ ബന്ധമുണ്ട്. എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിൻ്റെയൊക്കെ ഓതിയിട്ടുള്ളത് അബുൽ ബുഷ്റ പി കുഞ്ഞി മുസ്ലിയായിരിക്കും. ഉസ്താദ് എന്നും എന്നെ പറ്റി പറയാത്തൊരു ദിവസമില്ല. എന്നോടല്ല, ആ നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും. കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും, എടാ നിങ്ങൾക്കാർക്കും ഇത് ഓതി തന്നാൽ മനസ്സിലാവില്ല, അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതുമ്പോൾ അത് തങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മാത്രമല്ല, മൂപ്പര് അന്ന് ചെല്ലിയ ഒരു വരി പദ്യമുണ്ട്. അസിബുത്തു കഫി ദുനിയ വഖറാ ദഖീറത്തി ലൗ ഹഖഖ റഹ്മാനു മാ കുന്ത റാജിയ. അത് അവരിൻ്റെ അൽഫിയമൽ മൂപ്പര് എഴുതി വെച്ചൊരു വരിയാണ്. ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കണത്. ലൗ ഹഖഖ റഹ്മാനു മാ കുന്തു റാജിയ. ഞാൻ ആഗ്രഹിക്കണ ഒന്നിനെ അള്ളാഹു സഫലമാക്കി തരികയാണെങ്കിൽ ഞാൻ ആ വാക്ക്, ഉസ്താദിൻ്റെ ആ വാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കലും എൻ്റെ കൈ പിടിച്ചു നോക്കി, എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട്. കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട്. ഈ രേഖകളൊന്നും വെറുതെ അല്ല, ഇതിനൊക്കെ ചില ആസാറ്, ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽമ ബുഖാരി ഓതുമ്പോഴൊക്കെ ചില ഹദീസുകൾ ഓതുമ്പോഴൊക്കെ അത് പറയലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും. അത് ഞാൻ ആലോചിച്ച് കരഞ്ഞു ഇന്നലെ. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിൻ്റെ ഒരു ദുആ ഉണ്ട്, ബാറക്കല്ലാഹു ഫീ ഇൽമിക്ക്. ഞങ്ങൾ 2-3 ആളുകൾ അവരെ എടുത്ത് ചെന്നപ്പോഴേ, ഞങ്ങൾ അൽഫി ഓതുന്ന കാലത്താണ്, ഞങ്ങളോടൊക്കെ ചോദിച്ചു, ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, ഞാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സമ്മാനം തരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ കൈ വെച്ച് ബാറക്കല്ലാഹു ഫീ ഇൽമിക്ക എന്ന് പറഞ്ഞു. ആ ഇൽമിലുള്ള ബർക്കത്താണ്. ഇന്ന് മുദരിസന്മാരൊക്കെ നമ്മളെ എടുത്ത് ഓതാൻ വരുന്നുണ്ട്. ഇപ്പോൾ മുദരിസന്മാർക്ക് ഒരു ദർസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ പട്ടിക്കാട് നമ്മൾ തുടങ്ങിയതായ ഒരു മുദരിസന്മാരൊരു ദർസ് നടത്താൻ പോവുകയാണ്. അത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം മുദരിസന്മാർക്ക് വേണ്ടി ഒരു ദർസ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ ബാറക്കല്ലാഹു ഫീ ഇൽമിക്ക എന്നുള്ളതിൻ്റെ ഒരു പുലരലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽമയോടുള്ള ആ ബന്ധം, അത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് പോലെ ഞാൻ ഈ സിലബസിന് എതിരാണെന്ന് പറഞ്ഞ പലരുണ്ട്. ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയുന്ന പലരുണ്ട്. അന്ന് പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു. അത് ഷെയ്ഖുന അറിഞ്ഞതോടെ മുതൽ ഷെയ്ഖുന എന്താക്കിയെന്നറിയോ, അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് നേരിട്ടു. അന്ന് 19 ആളെ പുറത്താക്കി. ആ 19 ആളെ പുറത്താക്കിയെന്ന് ആദ്യം എൻ്റെ പേര്. പക്ഷെ എന്നെ മാത്രം ഷെയ്ഖുന തിരച്ചെടുത്തു. അതൊരു കൊല്ലത്തിൻ്റെ മധ്യത്തിലായിരുന്നത്. ഞാനവിടെ മുക്തസിൽ പഠിക്കുന്ന ഇടക്കാലത്ത് വെച്ചിരുന്നു. 18 ആളെ പുറത്താക്കി. അതിനുള്ള അധിക ആളുകളൊന്നും ജമാഅത്തുകാരും മുജാഹിദീങ്ങളുമാണ്. ചുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നി ആശയത്തിലുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾവട്ടൂർ പോലുള്ള ചില ആളുകൾ, അവർ നമ്മളെ കൂടെയാണുള്ളത്, അവർ സുന്നികളാണ്. അന്ന് എന്നെ മാത്രമാണ് ഷെയ്ഖുന തിരിച്ചെടുത്തത്. ആ തിരിച്ചെടുത്ത് ഞാനവിടെ 2ാമത് ആ കൊല്ലം പൂർത്തിയാക്കി. പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയത്, അതൊക്കെ വലിയ കഥകളാണ്. അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കണില്ല. അങ്ങനെ ഞാൻ ദൈവബന്ധു പോയി ഖാസിമി ബിരുദം എടുത്ത് വന്നപ്പോൾ എൻ്റെ വാപ്പാനോട് 2-3 പ്രാവശ്യം ഷെയ്ഖുന വളരെ വേദനയോടുകൂടി പറഞ്ഞു, നിങ്ങളെ മകനെ ഞാൻ മുത്തവല്ലിൽ 6 മാസം പേര് വിളിച്ചു, പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി ഷെയ്ഖുനാൻ്റെ വീട്ടിൽ എൻ്റെ മന്ദിരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ മൂപ്പരെടുത്ത് പോയി നന്നാവാതെ നിങ്ങളെ മുഖം തന്നെ എനിക്ക് കാണണ്ടാന്ന്. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു. ഷെയ്ഖുൻ എന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു.
രണ്ടാമത് ചെന്നു, അന്നും വാതിലടിച്ചു. മൂന്നാമത് ചെന്നു, അന്നും വാതിലടിച്ചു. നാലാമത് ചെന്നു, അന്നും വാതിലടിച്ചു. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ്. അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷെയ്ഖുന വാതിൽ തുറന്നു. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിക്കുമെന്ന്. നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരണത്, അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരണമെന്നുള്ളത് ഇങ്ങനെ നോക്കിയെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി 4 പ്രാവശ്യങ്ങൾ വന്നല്ലോ, അപ്പം മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നന്നാവലിനാണ് വന്നത് എന്ന്. അപ്പം ഞാൻ ഷെയ്ഖുനാനോടൊരു വാക്ക് പറഞ്ഞു, ഷെയ്ഖുനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ വരണതെന്നുള്ളത് നോക്കാൻ 4 വട്ടം എന്നെ നടത്തണ്ടല്ലോ. ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരെയെന്ന്. അതിൽ ഷെയ്ഖുന അവിടെ നിന്ന് എണീച്ചപ്പോൾ എനിക്ക് പേടിയായി, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്നോട് ചോദിച്ചു, എന്തെങ്കിലാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് തെറ്റി നിന്നിട്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ഷെയ്ഖുന ഒന്ന് ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെ പിന്നെ വളവൻ ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒപ്പം സ്വർഗത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? ഞാൻ പറഞ്ഞു, അന്ന് പട്ടിക്കാട് നിന്ന് ഒരു അബ്ദുൾ റസാഖിനെ പുറത്താക്കിയ ഒരു ക്രിസ്ത്യാനിനെ പുറത്താക്കിയ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇപ്പം ഞാൻ വിവരിക്കണില്ല, അത് സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഒരു വിശ്വാസം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പട്ടിക്കാട്ടിലേക്ക് പോരാണ്, 2 കൊല്ലം അവിടെ വന്ന് നിൽക്കാമെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിങ്ങളിനി ദർസ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നന്ദിയിൽ ഞാൻ മുദരിസായി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ ദൈവബന്ധം എന്നുള്ള ആ പിന്നെ സനദുകളും ഇജാസുകളൊക്കെയാണ് വലിച്ചെറിഞ്ഞാൽ ഒക്കെ ഞാൻ പുതിയത് തരണ്ടെന്ന് പറഞ്ഞു. ഒക്കെ പുതിയത് തന്നു. ആ മൂപ്പര് എന്നെ വളർത്തിയതാണ്. എനിക്കറിയാം ഞാൻ എങ്ങനെ ഇവിടേക്ക് എത്തും എന്നുള്ളത്. ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ മെമ്പറാവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാനത് മെമ്പറാക്കുന്നു. നിങ്ങൾ ആ മൂസൻ്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് എടുത്തോളി എന്ന് പറഞ്ഞു. ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പോയിട്ടില്ല. ഞാനൊരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യംഗ്യമായിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കറിയാം എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയാൽ മതി, അത് എത്തേണ്ടിടത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഖദ്ഫ് പറയപ്പെട്ടപ്പോൾ അതിന് ആയിഷ ബീവി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് ആയത്ത് ഇറങ്ങിയപ്പോൾ ആയിഷ ബീവിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ. അപ്പോൾ 37 പറഞ്ഞു, എനിക്ക് ആരോടും കടപ്പാടില്ല, എനിക്ക് അള്ളാഹിനോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹു സുബ്ഹാനഹു വ തആലാനോടും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാനോടും മാത്രമാണ്. കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇൽമിൽ മഹാന്മാരെ ദുആ കൊണ്ടിട്ട് ബർക്കത്തുണ്ടായിട്ടുണ്ട്. അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട്. ഷെയ്ഖുന ശംസുൽ ഉലമ അവരെ മരണത്തിൻ്റെ ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്കും എന്നെ വിളിക്കപ്പെടലുണ്ട്. ചില സംഗതിക്കൊന്നും ഞാൻ പോകാനില്ല. ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അവരെ മേലൊരു ഫാത്തി ഓതല. അപ്പോൾ എനിക്ക് പോകണമെന്നോ പോകണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നും. പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകാനില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലക്ക് എനിക്കൊരു ലാത്ത് ഒരു താഴ്മതരം വരുന്ന സ്ഥലത്തേക്ക് ഷെയ്ഖുന എന്നെ പറഞ്ഞേക്കലില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഷെയ്ഖുനാൻ്റെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമായിരിക്കും. ഇവിടെ ലോകത്താരും ഷെയ്ഖുനാൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോ എന്ന് പറഞ്ഞില്ല. എൻ്റെ ഗറോഫിൽ ആയിരക്കണക്കിന് ഫാത്തിഹകളാണ് ഷെയ്ഖുനാക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നും ഷെയ്ഖുനാൻ്റെ മേൽ ഫാത്തിഹ ഓതലുണ്ട്. അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലക്ക് മൂപ്പര നിയന്ത്രണത്തിലാണ് ഞാൻ ഇന്നുള്ളത്. അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഫൈദി സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്തം, അവർക്കുള്ള സ്നേഹം, അവരെ ആദരവ്, അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ എത്തേണ്ടിടത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഒരു വലിയതായൊരു സ്ഥാനമാണ് എന്നിലേക്ക് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. ഇത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടുകൂടി അതിനെ നടത്തിക്കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് എനിക്കുണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഈ സ്ഥാപനം നമ്മളെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനെ എല്ലാവരും സ്നേഹിക്കുക. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. ഇതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അവരെ സമ്മതത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനം വളരണം, ഇത് നമ്മുടെ ആവശ്യമാണ്. ഇതുപോലുള്ള കേരളത്തിലുള്ള നമ്മളെ എല്ലാ സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക.
എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിൻ്റെ പിന്നിൽ അണിനിരക്കുക, അത് വരച്ച് തന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല, ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല. ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ഖുനാനോട് നിങ്ങൾ ഒപ്പം സ്വർഗത്തിൽ കൂട്ടുകയാണ് നമുക്ക് ആവശ്യം. ഒപ്പം സ്വർഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാ. സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരം, ഒരു ആദരവൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല, അത് കിട്ടുകയില്ല. ആ നിൽക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാ. അവർ തന്നെ പറയലുണ്ട്, ഈ നികത്താനാവാത്ത നഷ്ടമൊന്നും ഒരിക്കലും ആരെ പറ്റിയും പറയരുത് എന്നാണ് പറയല്. നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം എന്നൊരാൾ മരിച്ചാൽ പറയുന്നുണ്ടല്ലോ, മൂപ്പര് പറയല് എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടമില്ല, എല്ലാ നഷ്ടവും നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല. പക്ഷേ മഹാന്മാർ മുൻകഴിഞ്ഞതായ മരിച്ചുപോയ മഹാന്മാരെ പോലുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അവരെ മാതിരിക്ക് എല്ലാ നിലക്കും ആ നിലക്കുള്ളതായ തഫവ്വുഖ് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെ അവർ നടത്തിക്കൊണ്ടുപോയിരുന്ന സംഗതികളൊക്കെ ഇവിടെ നികത്തപ്പെടുക തന്നെ ചെയ്യും. അപ്പം നികത്താനാവാത്തൊരു നഷ്ടമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അതിനെ നിയന്ത്രിച്ചും കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളൊപ്പമുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 2-3 എൻ്റെ വാപ്പൻ്റെ ആണ്ടിൻ്റെ അന്നാണ് ഞാൻ ഇവിടെ ഈ യമാനിയിൽ ഞാൻ മുദരിസായി. എൻ്റെ വാപ്പൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഞാൻ കാസർഗോഡ് ഖാദിയായിട്ട് അവരെന്നെ ക്ഷണിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ട്രഷറായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് എൻ്റെ വാപ്പൻ്റെ ആണ്ടിൻ്റെ അന്നാണ്. അപ്പം ഇന്നലെ എൻ്റെ ഭാര്യ വരുമ്പോൾ നമ്മളെ ഒരു സുഹൃത്തുക്കളിൽപ്പെട്ട അവർ കുട്ടികളും മക്കളെല്ലാം കൂടി വരുമ്പോൾ എൻ്റെ വണ്ടി ഒഴിവില്ലാത്തതുകൊണ്ട് വേറൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ആ കുട്ടി നമ്മളോട് ഏറ്റവും മുണ്ടക്കുളത്തുള്ളൊരു ഹാരിസ് എന്ന് പറഞ്ഞ കുട്ടി, അവൻ പറഞ്ഞു അവരോട് വാപ്പൻ്റെ ആണ്ടിൻ്റെ അന്നാണ് മൂപ്പര്, മുമ്പത്തെ ആണ്ടിൻ്റെ അന്നാണ് സമസ്തൻ്റെ ട്രഷററായിട്ടുള്ളത്. അപ്പോൾ ഇന്നും തന്നെ വാപ്പൻ്റെ ആണ്ടിൻ്റെ അന്ന് ഞാനാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങളെല്ലാവരും. മൂപ്പരില്ല, മൂപ്പരിന്ന് സമസ്തൻ്റെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി പോയിരിക്കണമെന്ന്. അത് ഞാൻ പ്രസിഡൻ്റൊന്നും ആയിട്ടില്ല. എല്ലാവരും ചോദിക്കലുണ്ട് ആരാകുക. ഞാൻ എല്ലാവരോടും ഒരു മറുപടിയാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൻ്റെ അന്ന് പറഞ്ഞു, ല ഉഅതി അന്ന റായത റജുലൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നാളെ കൊടി ഞാൻ കൊടുക്കും, ഈ യുദ്ധത്തിൻ്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. രാവിലെ എല്ലാ സഹാബത്തും വന്ന് ലൈനൊന്നും ചെയ്യും, എനിക്കാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, അയിന അലിയുന്ന അലി എവിടെയിടോ? അപ്പോൾ മൂപ്പര് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കെയും തന്നാളി എന്നുള്ള ആൾക്ക്. റസൂൽ പറഞ്ഞു അത് പോരാ, ഓനെ പോയി വിളിച്ചുകൊണ്ടിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊടുന്നു. മൂപ്പരെ കണ്ണിൽ ചെങ്കണ്ണുണ്ടെന്ന് റസൂൽ തുപ്പി അതിനെ തടഞ്ഞു. അത് അപ്പം തന്നെ സുഖമായി. അലി റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വം ഏൽപ്പിച്ചു. എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്നതാ, ഷെയ്ഖുനാനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരും. പലരോടും ചോദിച്ചാൽ അറിയാം, എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഷെയ്ഖുന അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്, ഷെയ്ഖുന അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സമസ്തൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, അതേ പറയാനുള്ളൂ. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്. ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത്. അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയലുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയേണ്ടത്, കേരളത്തിൽ ഔലിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട്, ഇവരെ ഈ ദർജ എത്തിക്കുന്ന ഒരു വലിയില്ല. ഇതൊന്നും എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കണം. ഇൽമിൽ ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖുനാൻ്റെ ഇൽമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലിം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊട്ടുണ്ടാവില്ല, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവരിവിടെ കാണിച്ചു തന്ന ഈ പാത ഉണ്ടല്ലോ, ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും. അതാണ് ഷെയ്ഖുന പറഞ്ഞത്, നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല. ആ പാതയിൽ കൂടി ഇതിനെ സഞ്ചരിപ്പിക്കുക, അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക, അത് നമുക്ക് കഴിയും, യാതൊരു സംശയമില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് അത് വലിയൊരു പ്രസ്ഥാനമായിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് താങ്ങും തണലും ആയിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടി നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാവുന്ന അതിൻ്റെ നേതാക്കന്മാർക്കും
അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഈ സ്ഥാപനത്തിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിലുള്ളതായ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഈ നാട്ടുകാർ, ഇവിടുത്തെ പഠിച്ചുപോയ വിദ്യാർത്ഥികൾ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ബഹുമാനാദരപൂർവ്വം സമസ്തനോടുള്ള ബഹുമാനാദരപൂർവ്വം നിങ്ങൾ ഈ സംഘടിപ്പിച്ചതായ ഈ ആദരവിൻ്റെ ഈ സദസ്സിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇത് നാളെ ആഖിറത്തിൽ ഹസനാത്തിൻ്റെ തുലാസിൽ അല്ലാഹു വലിയ ഭാരമായും കൊണ്ട് അല്ലാഹു തൂക്കിത്തരട്ടെ. അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മളെ കയ്യിലേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചതാണ്. ഇത് ആരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി. ഇതൊരു മഹത്തായ പദവി തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പം ഞാൻ സന്തോഷം കൊണ്ട് കരയലാണ് എനിക്കിപ്പോൾ വരേണ്ടത്. ഇപ്പോഴെന്നല്ല, ഇത് ഏറ്റെടുത്ത ആ സമയം മുതൽ എനിക്ക് എപ്പോഴും കരച്ചിലാണ് വരേണ്ടത്. കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ, ഞാൻ ഒരു നിലക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥാനങ്ങളും. അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ജാനിബിൽ നിന്നുള്ള പ്രത്യേക തൗഫീഖും സഹായമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മശായിഖന്മാർക്കുള്ളതായ തെർബിയത്തും അവർക്കുള്ളതായ പ്രത്യേക മദതൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമില്ല. ഇന്നേ വരെ അതൊക്കെ ഉണ്ടായിരുന്നുണ്ട്. കിതാബിലാണെങ്കിലും മറ്റ് നമ്മൾ ഏർപ്പെടുന്ന ഏത് വിഷയങ്ങളിലാണെങ്കിലും മാനം കെടാതെ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും നമ്മുടെ ഈ സ്ഥാപനത്തിനെയും ഞാൻ ബന്ധപ്പെടുന്ന മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്ഥാപനം ഇവിടെ ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ അബ്ബാസ് ദാരിമി സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ ഫഖീരീങ്ങളാണ്. പക്ഷേ അതോടുകൂടിയിട്ട് ഇവിടെ ഒന്നിനൊരു കുറവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ ബാക്കിയില്ല. ഇവിടെ ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അതൊക്കെ ഇവിടെ ആവശ്യത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വേണ്ട, ആവശ്യത്തിനനുസരിച്ച് വന്നാൽ മതി. അതോടുകൂടെ ഞങ്ങൾക്കറിയാം ചില സൗകര്യങ്ങളൊക്കെ ഇവിടെ കുറവുണ്ട് എന്നുള്ളത്. ആ സൗകര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നല്ല നിലക്ക് ഈ ഇപ്പോൾ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ബഹുമാനപ്പെട്ട അതിൻ്റെ MD പിന്നെ അബ്ദുള്ള മുഹമ്മദ് അവർ കോടിക്കണക്കിന് ഉറുപ്പ്യ നമ്മളെ സ്ഥാപനത്തിന് സഹായിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സഹായിക്കുന്നതായ രഹസ്യമായി ആരും അറിയാതെ സഹായിക്കുന്ന പലരുണ്ട്. ഇനിയും പലരും മുന്നിട്ട് വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത അധ്യയന വർഷത്തിന് മുമ്പായിട്ട് ഈ കാണുന്ന ഈ നമ്മളിവിടെ നിർമ്മിച്ചു വെച്ച ഈ ബാക്കിയുള്ളതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ടിട്ട് അത് പൂർത്തിയാക്കാനും മറ്റ് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാനുള്ളതായ തൗഫീഖ് അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ ഞങ്ങൾക്ക് അതിൻ്റെ വഴിയെ നീ തെളിയിച്ചു തരണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തിനെ നീ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തിലുള്ളതായ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചു പോയതായ ആലിമ്യങ്ങൾ അവരൊക്കെ നീ ഉഖ്റവിയായ ആലിമ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടുത്തെ ഉസ്താദന്മാരെ ഉഖ്റവിയായ ആലിമ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ സർവ്വ ആളുകൾക്കും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയണേ അല്ലാ. സർവ്വ ഷർറുകളിൽ നിന്ന് ഈ സ്ഥാപനത്തിന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തണേ അല്ലാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹിതമാവുന്ന പ്രസ്ഥാനത്തിന് എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. ഒരായിരം നന്ദി പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദിനെ. നന്ദി പ്രഭാഷണത്തിന് വേണ്ടി യമാനിയുടെ വർക്കിംഗ് സെക്രട്ടറി KP കോയ സാഹിബിനെ ക്ഷണിക്കുന്നു. മഹാനായ തങ്ങളുകളെ ബഹുമാന്യരായ നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വേദിയിൽ സന്നിധരായ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും സന്നിധരായ മുഴുവൻ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും സാദാത്തുക്കൾക്കും കമ്മിറ്റി ഭാരവാഹിക്കും നാട്ടുകാർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സലാത്തോടുകൂടി ചടങ്ങ് അവസാനിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. ഗീലാനി തങ്ങൾ, ശൈഖുന ശംസുൽ ഉലമ കണ്ണീത്ത് ഉസ്താദ് അനുസ്മരണവും ആണ്ട് നേർച്ചയും ശൈഖുന ബാപ്പു ഉസ്താദ് അനുസ്മരണവും നാളെ മഗ്രിബിന് ശേഷം ചാലിയാർക്കൽ
താഴം മദ്രസയിൽ നടക്കുന്നു. മുഴുവൻ ആളുകളെയും സാന്നിധ്യം ക്ഷണിക്കുന്നു. SK